ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും അതേപോലെ ഒന്നും കൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 7.4 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും. ഇതാണ് OPPO X 2021. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഇതാണ് നമ്മുടെ OPPO X 2021ൻ്റെ ബോക്സിംഗ് പാക്കേജ്. വളരെ വലുതായിട്ടുള്ളൊരു ബോക്സിംഗ് പാക്കേജാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ OPPO X 2021. വളരെ റോളബിൾ രീതിയിലുള്ളൊരു മെക്കാനിസമാണ് OPPO ഇപ്രാവശ്യം ഈ ഒരു ഫോൺ അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ലോഞ്ച് ഇവൻറ്റ് വഴിയാണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത്. ഓപ്പോയുടെ ഇന്നോട്ട് ഡേ 2021 നടത്തിയിരുന്നു. അതിനുവഴിയാണ് ഈ ഒരു ഫോൺ ചൈനയിൽ അവർ ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ മാത്രമേ മേടിക്കാൻ സാധിച്ചുള്ളൂ. ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു റോളബിൾ സ്മാർട്ട് ഫോണാണ്. എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ വരുന്ന പോകുന്ന എല്ലാ ഫോൺസും ഇനി ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെ തന്നെയാണ്, സാധാ രീതിയിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മോഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ വലുതായ ഒരു ടാബ്ലറ്റ് മോഡിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ബോക്സിൻ്റെ അത് നമുക്ക് കിട്ടിയ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 120 വാട്ടിൻ്റെ ചാർജ് കിട്ടി, 125 വാട്ടിൻ്റെ ആണ് കേട്ടോ, 125 വാട്ടിൻ്റെ ഒരു ചാർജർ കിട്ടി, USB Type-C കേബിൾ കിട്ടി. ഇത്രയും മാത്രമാണ് കിട്ടിയത്. സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 6.7 ഇഞ്ചസിലോട്ട് സാധാ നോർമൽ ഡിസ്പ്ലേയിലേക്ക് പോകും. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 7.4 ഇഞ്ചസിലേക്ക് പോകുന്ന ഡിസ്പ്ലേ ആണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഓപ്പോയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ കളർ വോയിസ് നമുക്ക് പലർക്കും ഇഷ്ടമല്ലാത്തൊരു വോയിസ് ആണ്. പക്ഷേ കളർ വോയിസിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേകത, ജസ്റ്റ് ആ ഒരു ഫോൺ സ്വൈപ്പ് ചെയ്യുമ്പോൾ വലിയൊരു ഡിസ്പ്ലേയിലോട്ട് പോകും, ടാബ്ലറ്റ് മോഡിലോട്ട്. ആ ഒരു സമയത്ത് ഈ ഒരു വോയിസ് വരെ ചേഞ്ച് ആയി. ഈ ഒരു വോയിസ് എന്താ പറയുക, ബിഗ് ആവും, കറക്റ്റ് നമ്മുടെ വലുതാവും. ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അനുസരിച്ച് തന്നെ വലുതാവും. അതും ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യൻ എക്സ്പെക്റ്റഡ് പ്രൈസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതിയിലുള്ള പ്രൈസാണ് പറയുന്നത്. കറക്റ്റ് ചൈനീസ് പ്രൈസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയുമല്ലോ, ആ ഒരു രീതിയിലാണ് പറയുന്നത്. കറക്റ്റ് ഒരു 85,000 രൂപ ഈ ഒരു ഫോണിന് വില വരും. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ട്രാക്ക് ആൻഡ് ടെക്കിൻ്റെ കയ്യിലും ടെക് ബേർണറിൻ്റെ കയ്യിലും മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് സ്പെക്സ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എല്ലാം കൂടെ നമുക്ക് ലീക്ക് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. സ്നാപ്ഡ്രാഗൺ 855ൻ്റെ ഒരു ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തോടെ നമുക്കൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ബട്ടണിലൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഡിവൈസിൻ്റെ അകത്ത് നമുക്കൊരു പോപ്പപ്പ് രീതിയിലൊരു സംഭവം വരും. അതുവഴി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും ബാക്കി കാര്യങ്ങളും എല്ലാ സെറ്റിങ്സും ഈ ഒരു ജസ്റ്റ് ഒരു ബട്ടണിൽ കൂടെ തന്നെ വരുന്നതാണ്. അതും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് റോളബിൾ ആണ്. അതാണ് എനിക്ക് ഇതിൻ്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ജസ്റ്റ് ഈ ഒരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റോൾ ആവുന്നുണ്ട്. അത് ഒരു കിടിലൻ ഫ്യൂച്ചർ തന്നെയാണ് ഈ ഒരു ഫോൺ അത് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ബോക്സിൻ്റെ അത് 125 വാട്ടിൻ്റെ ഒരു ചാർജർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 0 to 40 മിനിറ്റ് എടുക്കും. കറക്റ്റ് ഒരു 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ് ഈ ഒരു ഫോൺ. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുന്ന ക്യാമറ വരുന്നത് 12 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സൽ ഒരു ക്യാമറയാണ് ഫ്രണ്ടിലായിട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അണ്ടർ ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ഒരു ക്യാമറ വരുന്നത്. അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അണ്ടർ ഡിസ്പ്ലേയിലായിട്ടാണ് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റോളബിൾ ഡിസ്പ്ലേ സ്മാർട്ട് ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കിടിലൻ ഫോൺ ആയിരിക്കും എന്നൊക്കെയാണ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ഓപ്പോയുടെ ഫോൺ. അതോടൊപ്പം ബാക്കിൽ വരുന്ന ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ് 12 മെഗാപിക്സൽ പ്ലസ് 16 മെഗാപിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയും കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് കറക്റ്റ് ഒരു ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റ് ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് നല്ല സ്ലീവ് ആയിട്ടുള്ള എഡ്ജസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഓവറോൾ ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. നല്ലൊരു രീതിയിലുള്ള ലുക്ക് കിട്ടുന്നുണ്ട്. 4235 mAh ബാറ്ററിയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 125 വാട്ടിൻ്റെ ചാർജറും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സ്പെക്സ് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള റിവ്യൂയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടാത്തത്, അതോടൊപ്പം ഇതിൻ്റെ ലോങ് ടൈം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് അതുകൊണ്ടാണ്. കാരണം കൂടുതലായിട്ടുള്ള സ്പെക്സ് ഈ ഒരു കോൺസെപ്റ്റ് സ്മാർട്ട് ഫോണിനെ പറ്റി പുറത്ത് ലീക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്സ് ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ മെസ്സേജസിന് റിപ്ലൈ തരുന്നതാണ്. ഒരാളുടെ മെസ്സേജിനോട് ഞാൻ ഇതുകൊണ്ട് റിപ്ലൈ തരാതിരുന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് 85,000 രൂപ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇറങ്ങുന്ന സമയത്ത് നീ കള്ളം പറഞ്ഞു, നീ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്. കറക്റ്റ് എക്സ്പെക്റ്റഡ് പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എൻ്റെ ചാനലിൽ നമ്മൾ ആപ്പിളിൻ്റെ iPhone 12 ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയൊക്കെയാണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഗിവ് എൻ്റെ ചാനൽ നടത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്തിൻ സൈനിങ് ഓഫ്. ബൈ. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റാ.